ഒരു ചിത്രത്തിന്റെ തുടർഭാഗങ്ങൾ പ്രേക്ഷകർ അത്രയധികം ആഗ്രഹിക്കണമെങ്കിൽ അതിന്റെ ആദ്യ ഭാഗങ്ങൾ അതിഗംഭീരങ്ങളായിരിക്കണം. പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അതിലുണ്ടാകണം. അങ്ങനെ ഒരു കോമഡി ആക്ഷൻ എന്റർടൈനറായെത്തി പ്രേക്ഷകരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രമാണ് ആട് ഒരു ഭീകരജീവിയാണ്. അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ ആടിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ മിഥുൻ മാനുവൽ തോമസ്. ഒരു വലിയ സിനിമയായി തന്നെ ആട് 3 തിയേറ്ററിൽ എത്തിക്കുവാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. നിലവിലെ സാങ്കേതിക വിദ്യകളും മാറ്റങ്ങളുമൊക്കെ പരീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരാനാകുമോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആരും പ്രതീക്ഷിക്കാത്തതും ആളുകൾ ഇഷ്ടപ്പെടുന്നതുമായ ഒരു മേജർ ജോണർ ഷിഫ്റ്റ് ചിത്രത്തിൽ പരീക്ഷിക്കുന്നുണ്ടെന്ന് തുറന്നു പറയുകയാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. ജയസൂര്യയ്ക്ക് മലയാളികളുടെ ഇടയിൽ ഒരു പ്രത്യേക ഫാൻ ബേസുള്ള കഥാപാത്രമാണ് ഷാജി പാപ്പൻ. ഒരു കോമഡി ആക്ഷൻ ചിത്രമായ ആട് ഒരു ഭീകരജീവിയാണ് എന്ന ചിത്രത്തിലെ ജയസൂര്യയുടെ ഷാജി പാപ്പനും അയാളുടെ ഗ്യാങ്ങും ഇന്നും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്നു. മിഥുൻ മാനുവൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായിരുന്നു. പരാജയത്തിനു ശേഷം ചിത്രത്തിന്റെ DVD റിലീസായതോടെയാണ് ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രേക്ഷകർ ആഘോഷമാക്കി. രണ്ടാം ഭാഗവും സംവിധാനം ചെയ്തത് മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ്. ഒരു വിജയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നതും അത് വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു പരാജയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിൽ വൻ വിജയമാകുന്നത് ഒരു ചരിത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാജി പാപ്പന്റെയും ഗ്യാങ്ങിന്റെയും മൂന്നാം വരവിനായുള്ള കാത്തിരിപ്പും ആ വിജയത്തിൽ തുടങ്ങി. ഇപ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് തുറന്നു സംസാരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത സിനിമകൾ അവതരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് ശ്രമിക്കുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമ നോക്കിയാൽ കഴിഞ്ഞ ദിവസം എമ്പുരാന്റെ ടീസർ വന്നല്ലോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ക്യാൻവാസിലാണ് ആ സിനിമ വരുന്നത്. ഇതുവരെ കാണാത്തത് കാണിച്ചു കൊടുക്കാനായി ഇപ്പോൾ നല്ല ടെക്നോളജിയുണ്ട്. ആ ടെക്നോളജിയൊക്കെ നമുക്ക് അഫോർഡബിളുമാണ്. ആട് 3 അല്പം കൂടെയല്ല, ഒരുപാട് വലിയ സിനിമയായിട്ടാണ് വരുന്നത്. അതിനകത്ത് സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ മാറ്റങ്ങളും പരീക്ഷണങ്ങളും പുതിയ സങ്കേതങ്ങളും പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു മേജർ ജോണർ ഷിഫ്റ്റ് നമ്മൾ ആടിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിത്രത്തിൽ പ്രതീക്ഷിക്കാൻ കുറച്ചധികമുണ്ടെന്ന് ഉറപ്പു നൽകുകയാണ് സംവിധായകൻ. ഇനി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കും കാത്തിരിക്കാം. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ ചലച്ചിത്ര പരീക്ഷണങ്ങളിൽ ഒരുങ്ങുന്ന ആടിന്റെ മൂന്നാം ഭാഗത്തിനായി. സംവിധായകന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അല്പം കൂടെയല്ല, ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടിയാണ് ആ കാത്തിരിപ്പ്.